ചൂരൽമലയിൽ ഉരുൾപൊട്ടിയപ്പോൾ രാത്രിയിൽ മലവെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഓടിയെത്തിയ അമ്മൂമ്മയും കൊച്ചുമകളും വന്നുപെട്ടത് ഒരു കാട്ടാനക്കൂട്ടത്തിന്റെ മുന്നിലാണ്. വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാണ്, ഞങ്ങളെ ഒന്നും കാട്ടരുതേ എന്ന് വേറൊരു വഴിയുമില്ലാതെ കൈകൾ കൂപ്പി ആ ആനക്കൂട്ടത്തിലുണ്ടായിരുന്ന കൊമ്പനോട് അമ്മൂമ്മ പറഞ്ഞു. ആ രാത്രി മുഴുവൻ കൊമ്പൻ അവർക്ക് കാവൽ നിന്നു. കൊമ്പന്റെ കാലിന്റെ ചുവട്ടിലാണ് തങ്ങൾ രാത്രി മുഴുവൻ കഴിഞ്ഞതെന്ന സംഭവ കഥ കേരളം മുഴുവൻ ആശ്ചര്യത്തോടെയാണ് കേട്ടുനിന്നത്. കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്യുന്നവരുടെ റിപ്പോർട്ടുകൾ തുടർച്ചയായി പുറത്തുവരുന്ന സ്ഥലത്തു നിന്നുമാണ് ആനയുടെ കരളലിയിപ്പിക്കുന്ന ഈ കഥ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ആനയേക്കാൾ വലിപ്പമുണ്ട് ആനക്കഥകൾക്ക്. ആനകളുടെ സ്നേഹത്തിന്റെയും പകയുടെയും കഥകൾ ഐതിഹ്യമാലയിലൂടെ മറ്റനേകം നാടോടി കഥകളായും വാമൊഴികളായും നമുക്കിടയിൽ പരന്നു കിടക്കുന്നുണ്ട്. ഗുരുവായൂർ കേശവൻ എക്കാലത്തെയും ആനകളിലെ കേമനായി നമ്മുടെ മനസ്സിൽ നിറയുമ്പോൾ നട്ടലിലൂടെ തലച്ചോറിലേക്ക് അരിച്ചു കയറുന്ന ഭീതിയായി കവളപ്പാറ കൊമ്പനും അവന്റെ കൊലകുളികളും ഉണ്ട്. ഇന്ത്യയിലെ മറ്റേതൊരു ജനതയെക്കാളും ആന എന്ന വന്യജീവി മലയാളിയുടെ ജീവിതവുമായി ചേർന്നു നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളുടെ എണ്ണക്കൂടുതൽ കൊണ്ടാണ്. ഉത്സവപ്പറമ്പുകളിലെ കിരീടം വെക്കാത്ത രാജാവായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും അഴകിന്റെ തമ്പുരാനായി പാമ്പാടി രാജനും പുതുപ്പള്ളി കേശവനും ഗുരുവായൂർ ഇന്ദ്രസെന്നും ചിറക്കൽ കാളിയും ഈരാറ്റുപേട്ട അയ്യപ്പനും അങ്ങനെ കേരളത്തിന്റെ ഗജനിരയിൽ കേമന്മാർ ഒത്തിരിയുണ്ട്. തിരുവമ്പാടി ശിവസുന്ദർ, ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കർ, അടിയാട്ട് അയ്യപ്പൻ, ചെറുപ്ലശ്ശേരി പാർത്ഥൻ തുടങ്ങി അകാലത്തിൽ അരങ്ങൊഴിഞ്ഞ കേമന്മാരുടെ വലിയ ഒരു നിരയുമുണ്ട്. ആന വളർത്തൽ ഒരു ബിസിനസ്സായി മാറിയതോടെയാണ് കേരളത്തിലെ ആനകളുടെ ദുരിതകാലവും ആരംഭിച്ചതെന്ന് പറയാം. വിശ്രമമില്ലാത്ത യാത്രകളും പരിപാടികളും തമ്പോർ പോലെയുള്ളവയുടെ വലിയ ശബ്ദഘോഷവും ആളുകളുടെ ഭാഗത്തു നിന്നുമുള്ള അലോസരങ്ങളും ആന ജീവിതത്തെ വല്ലാതെ ബാധിച്ചു. അതോടൊപ്പം കാലാവസ്ഥയും അടിക്കടിയുള്ള പാപ്പാന്മാരുടെ മാറ്റവും അതിന്റെ ആഘാതം ഇരട്ടിയാക്കി. ഉത്സവപ്പറമ്പുകളും നേർച്ചപ്പറമ്പുകളും ആനത്തറികളും ആളുകളുടെയും ആനകളുടെയും പ്രാണനെടുക്കുന്ന ദുരന്തങ്ങൾക്ക് സാക്ഷിയായി. കലിതുള്ളുന്ന കരിവീരന്മാരെ ചിത്രീകരിച്ച് പ്രദർശിപ്പിച്ച് പണമുണ്ടാക്കുന്നവർ രംഗത്ത് വന്നു. ആനകൾ ഇടയുന്നതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കി അതിന് ക്രിയാത്മകമായ പരിഹാരം നടപ്പിലാക്കുന്നതിൽ ഇനിയും സർക്കാർ വിജയിച്ചിട്ടില്ല. നാട്ടാനകളുടെ എണ്ണം ഗണ്യമായി കുറയുകയും ഉത്സവ ആവശ്യങ്ങൾ കൂടുകയും ചെയ്ത സാഹചര്യത്തിൽ കേരളത്തിലേക്ക് പുറത്തുനിന്ന് ആനകളെ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ അതിന്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായും തീർന്നിട്ടുമില്ല. അമൂല്യമാണ് ഗജസമ്പത്ത്. അതിനാൽ ഇവിടെയുള്ളവയുടെയും ഇനി കൊണ്ടുവരുന്നവയുടെയും ജീവന് പരിപൂർണ സുരക്ഷ ഉറപ്പുവരുത്തും വിധത്തിൽ നടപടികൾ അനിവാര്യമാണ്. എല്ലാ വർഷവും ഓഗസ്റ്റ് 12-നാണ് ലോകമെമ്പാടും ഗജദിനമായി ആഘോഷിക്കപ്പെടുന്നത്. ആനകളുടെ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ദിനം ഗജദിനമായി കൊണ്ടാടുന്നത്. ആവാസ വ്യവസ്ഥയുടെ നഷ്ടം, ആനക്കൊമ്പുവേട്ട, മനുഷ്യരും ആനകളും തമ്മിലുള്ള സംഘർഷം എന്നിവയാണ് ആനകൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധയൂന്നുക, ബോധവൽക്കരിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ ഗജദിനം ആചരിക്കുന്നത്. കാനഡയിലെ പട്രീഷ്യ സിംസും തായ്ലൻഡിലെ എലിഫന്റ് റീ ഇൻട്രോഡക്ഷൻ ഫൗണ്ടേഷനും ചേർന്ന് 2012 ഓഗസ്റ്റ് 12-നാണ് ആദ്യമായി ലോക ഗജദിനം ആചരിച്ചത്. അന്നുമുതൽ പട്രീഷ്യയ്ക്കാണ് ലോക ഗജദിന ആഘോഷത്തിന്റെ ചുമതല. ആന സംരക്ഷണത്തിന് ചുക്കാൻ പിടിച്ചിരിക്കുന്ന 100-ൽ പരം സംഘടനകളുമായി പട്രീഷ്യ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. വളരെ വിശാലമായ മേച്ചിൽപ്പുറങ്ങളാണ് ആനകളുടെ വിഹാര കേന്ദ്രം. അവർ ദിവസവും ധാരാളം പുല്ലു തിന്നുകയും അവ പോകുന്ന വഴിയെല്ലാം വിത്തുകൾ വിതരണം നടത്തുകയും ചെയ്യുന്നു. ഏഷ്യയിലെമ്പാടും ഇടതൂർന്ന സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അവ സഹായിക്കുന്നു. ഉദാഹരണത്തിന് വലിയ കാടുകളിൽ ആനകൾ മരം മുറിച്ചിടുകയും അതിലൂടെ സൂര്യപ്രകാശം ഉള്ളിലേക്ക് കടക്കാൻ അനുവദിക്കുന്നു. ഈ സൂര്യപ്രകാശം പുതിയ ചെടികൾ വളരുന്നതിന് സഹായിക്കുന്നു. ഇതിലൂടെ ചെടികളുടെ വളർച്ചയും കാടുകളുടെ സ്വാഭാവിക പുനരുജ്ജീവനവും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. ആനകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനും ആളുകൾക്ക് ഒത്തുചേരാനുമുള്ള ഒരു വേദിയായി ലോക ഗജദിനം പ്രവർത്തിക്കുന്നു. ജനപ്രതിനിധികൾക്കും പൗരന്മാർക്കും സർക്കാരുകൾക്കും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാനും ആനകളുടെ ആവാസ വ്യവസ്ഥ സുരക്ഷിതമാക്കുന്നതിന് ആവശ്യമായ സംരക്ഷണ മാർഗങ്ങൾ വികസിപ്പിക്കാനും നടപ്പിലാക്കാനും ഈ ദിനം അവസരമൊരുക്കുന്നു. പ്രധാനമായും 2 ഇനം ആനകളാണ് ലോകത്തുള്ളത്: ഏഷ്യൻ ആനയും ആഫ്രിക്കൻ ആനയും. ജനസംഖ്യ വർദ്ധിക്കുന്നതും വ്യവസായവൽക്കരണവും ആനകളുടെ സ്വാഭാവികമായുള്ള ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നു. ഇത് മനുഷ്യനും ആനകളും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു.